ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മഴക്കാലമല്ലേ, ചെറിയ ജലദോഷം തൊണ്ടവേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാനുണ്ടാക്കുന്ന ഒരു ചുക്ക് കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. ഞാനിവിടെ പുതിനയിലയും തുളസിയില എടുത്തിട്ടുണ്ട്. തുളസി ഞാനിതുപോലെ കമ്പും പൂവോട് കൂടിയാണ് എടുക്കാറ്, ഇല മാത്രമല്ല എടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ചുക്ക്, ചതച്ച കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു. കറുവപ്പട്ടയും ഗ്രാമ്പും ഇടുമ്പോൾ ഈ കാപ്പിക്ക് നല്ലൊരു ടേസ്റ്റാണ്, വേറൊരു ഫ്ലേവർ വരും. അപ്പോൾ തന്നെ നല്ല കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എരിവുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റുള്ള കാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചുക്ക് കാപ്പിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റും എരിവും നല്ല ഔഷധ ഗുണമുള്ളൊരു ചുക്ക് കാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സെർവ് ചെയ്യുമ്പോൾ ശർക്കരയോ കൽക്കണ്ടമോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.